അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ലിസാനിലെ കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ള കൂട്ടുകാരിലേക്കും ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. അള്ളാഹു എല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പൊതുപരീക്ഷയിൽ എല്ലാവർക്കും നല്ല മാർക്കോടെ വിജയിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്കിന്ന് നോക്കാനുള്ളത് നൂസിലു ബിൽ മുനാസിബി, ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് ചേർത്ത് കൊടുക്കുക. ഒന്നാമത്തത് ഡാഷ് യക്തുബാനി അദ്ദർസ. ഇവിടെ അത്വാലിബാനി യക്തുബാനി അദ്ദർസ. ഇവിടെ പറ്റ അറിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അതായത് അൽഫാലും കാര്യങ്ങളും സർഫുകളൊന്നും അറിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാനുള്ള ട്രിക്ക് എന്താ വെച്ചാൽ, ബ്രാക്കറ്റിൽ കണ്ടില്ലേ അത്വാലിബാനി, അതുപോലെ യക്തുബാനി, ഇവിടെ രണ്ട് ഭാഗത്തും കണ്ടില്ലേ അലിഫും നൂനും, ബാനി ബാനി, അത്വാലിബാനി യക്തുബാനി, അത് ശ്രദ്ധിച്ചാൽ മതി. രണ്ടാമത്തത് ഡാഷ് യഖറ ഉൽ ജരീദത്ത, പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് അൽ അബു യഖറ ഉൽ ജരീദത്ത, ഉപ്പ ദിനപത്രം വായിച്ചു. ഇനി മൂന്നാമത്തത് ഡാഷ് യർജിഊന മിനൽ മസ്നഇ, അൽ മുവല്ലഫൂന യർജിഊന മിനൽ മസ്നഇ. ഇവിടെയും നേരത്തെ പറഞ്ഞതുമാതിരി അറിയാത്ത കുട്ടികൾക്ക് ബ്രാക്കറ്റിൽ കണ്ടില്ലേ അൽ മുവല്ലഫൂന, അതുപോലെ യർജിഊന, രണ്ടും സെയിമാണ്. യർജിഊന മുവല്ലഫൂന, ഇവിടെ വാവും നൂനും ഒരുപോലെ വന്നിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ചേരുംപടി ചേർക്കാനുള്ളതും കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇനി അടുത്ത ആക്ടിവിറ്റി ഉക്തുബുൽ അൽഫാല, ലഫ്ള് എഴുതാനാണ്. അതായത് മുദക്കർ മുഅന്നസ്, മുസന്നയാണോ, മുഫ്രദാണോ, ജംആണോ, ഗായിബാണോ, ഹാദിറാണോ, അതൊരു വരിയിൽ കൂട്ടി എഴുതാനാണ്. ഇവിടെ ഖറഅത അഖദ്തി, ഇത് ഹുമാ, ഈ രണ്ട് ഫിഅലും ഹുമാ ഫിഅലാനി മാദിയാനി ലിൽ മുഫ്രദിൽ മുഖാത്തബി ഖറഅത അഖദ്തി. ഇത് രണ്ടും എന്തിനുള്ളതാണ്? മാദിയായ രണ്ട് ഫിഅലുകളാണ്. എന്തിനുള്ള? ലിൽ മുഫ്രദി, മുഫ്രദിനൊക്കെയുള്ള, അതായത് ഏകവചനത്തിനുള്ള. ഇനി രണ്ടാമത്തത് ഖറഅതു ഇസ്തറൈതു, അഫ്ആലുൻ മാദിയത്തുൻ ഡാഷ്, അഫ്ആലുൻ മാദിയത്തുൻ ലിൽ മുഫ്രദിൽ മുതകല്ലിമി. മാദിയായ ഫിഅലുകളാണ് ഖറഅതു ഇസ്തറൈതു. ഖറഅതു ഞാൻ വായിച്ചു, ഇസ്തറൈതു ഞാൻ വാങ്ങി. അഫ്ആലുൻ മാദിയത്തുൻ മാദിയായ ഫിഅലുകളാണ് ലിൽ മുഫ്രദിൽ മുതകല്ലിമി, മുതകല്ലിമിനുള്ള. ഇനി അടുത്ത ആക്ടിവിറ്റിയാണ് നുകമ്മിലു ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കാം. ഇത് കുറച്ച് ടഫുള്ളതാണെങ്കിലും നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം മുഫ്രദ്, മുസന്ന, ജംഅ്, അതിൽ തന്നെ മുഅന്നത്തിൻ്റെയും മുദക്കറിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ നല്ലവണ്ണം സർഫ് പഠിക്കണം, എന്നാലുള്ളൂ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവുള്ളൂ. ഇവിടെ ഒന്നാമത്തത് യാ ബനാത്തി ഹൽ ഡാഷ്. ഇവിടെ യാ ബനാത്തി ഹൽ തൽഅബ്ന എന്ന വരിക. ലൈബ എന്നതാണ് മാലി. ലൈബയുടെ മുലാരി യൽഅബു, ആ യൽഅബു സറഫാക്കി കഴിഞ്ഞാൽ
അവസാനത്തെ മുഖാത്തബിൻ്റെ അല്ലാത്ത അവസാനത്തെ മുത്തക്കല്ലിമിൻ്റെ അല്ലാത്ത രണ്ടെണ്ണം ഉണ്ടല്ലോ, അതിൻ്റെ മുമ്പുള്ളതാണ് അവസാനം വരുന്നത്. നമുക്കൊന്ന് സറഫാക്കി വെക്കാം. അവിടെ നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ മതി. യൽഅബു യൽഅബാനി യൽഅബൂന, തൽഅബു തൽഅബാനി യൽഅബ്ന, തൽഅബു തൽഅബാനി തൽഅബൂന, തൽഅബീന തൽഅബാനി തൽഅബ്ന. കണ്ടില്ലേ? തൽഅബ്ന ഇവിടെ മുഅന്നസാണ്. അവസാനം ഹാദറായ മുഅന്നസിനോടാണ് പറയുന്നത് തൽഅബ്ന. യാ ബനാത്തി, ഈ പെൺകുട്ടികളെ, ഹൽ തൽഅബ്ന. ഇവിടെ തൽഅബ്ന എന്നുള്ളതാണ് യോജിച്ചത്. രണ്ടാമത്തത് യാ അഖീ ഹൽ ഡാഷ് തൽബീനത്തൻ. യാ അഖീ അവിടെ ശ്രദ്ധിക്കണം, മുദക്കറാണ്, അല്ലെങ്കിൽ യാ ഉഖ്തി എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ യാ അഖീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യ സഹോദര, യാ അഖീ യ സഹോദര. യാ ഉഖ്തി എന്ന് പറയുമ്പോൾ യ സഹോദരി എന്നാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഫിഅലായിരിക്കണം വരേണ്ടത്. ഇവിടെ യാ അഖീ ഹൽ ഷരിബ്ത, അവിടെ ശ്രദ്ധിക്കണം, ഷരിബ്ത ത ആണ്, ത പുരുഷനുള്ളതാണ്, തീ ആവുമ്പോഴാണ് സ്ത്രീക്കുള്ളത്. ഷരിബ്തി എന്ന് പറയുമ്പോൾ സ്ത്രീയാണ്. യാ ഉഖ്തി ഹൽ ഷരിബ്തി എന്ന് പറയുമ്പോൾ സ്ത്രീ. യാ അഖി ഹൽ ഷരിബ്ത, നീ കുടിച്ചോ, തൽബീനത്തൻ. ഇനി മൂന്നാമത്തത് യാ ഔലാദി ഹൽ ഡാഷ്. ഇവിടെ ശ്രദ്ധിക്കണം, യാ ഔലാദി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കുട്ടിയല്ല, കുറേ കുട്ടികളുണ്ട്. യാ ഔലാദി, ഏ മക്കളെ. ഹൽ ഡാഷ് അവിടെ വരേണ്ടത് ജം ആയ ഒരു ഫിഅലാണ്, കാരണം കുറേ കുട്ടികളുണ്ട്, ഔലാദി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ യാ അഖി എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുഫ്രദായിട്ടുള്ള ഫിഅലാണ് വരേണ്ടത്. അതുപോലെ യാ ബനാത്തി, നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, യാ ബനാത്തി, ഏ പെൺകുട്ടികളെ. ഹൽ ഡാഷ് എന്ന് പറഞ്ഞില്ലേ, അവിടെ വരുന്ന ഫിഅൽ ജം ആയിരിക്കണം, കാരണം ഇവിടെ പെൺകുട്ടികൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്, യാ ബനാത്തി. അതുകൊണ്ട് ഫിഅലും ജം ആയിരിക്കണം. ഇവിടെ യാ അഖി എന്ന് പറഞ്ഞു, അപ്പോൾ ഇവിടെ മുഫ്രദായിരിക്കണം. യാ ഔലാദി എന്ന് പറഞ്ഞു, അപ്പോൾ മുദക്കറായ ജം ആയിരിക്കണം. ഇവിടെ യാ ഔലാദി ഹൽ തൽഅബൂന, നിങ്ങൾ കളിക്കുകയാണോ. യാ ഔലാദി, ഈ കുട്ടികളെ, ഹൽ തൽഅബൂന, നിങ്ങൾ കളിക്കുകയാണോ. ഇവിടെ വന്നിട്ടുള്ളത് ഹാദിറാണ്, തൽഅബൂന. ഈ ഗായിബും ഹാദിറും പെട്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു ടെക്നിക്കാണ് പറയുന്നത്. പെട്ടെന്ന് എല്ലാ കുട്ടികൾക്കും തിരിയണമെന്നില്ല, പക്ഷേ എങ്കിലും തൽഅബ്ന ഇവിടെ കണ്ടില്ലേ, തൽഅബ്ന തൽഅബൂന, ബ്രാക്കറ്റിൽ തൽഅബ്ന തൽഅബൂന. ഹാദിറാവുന്ന സമയത്ത്, അതായത് സ്ഥലത്തുള്ള ആളോടാണ് പറയുന്നതെങ്കിൽ ത ആയിരിക്കും ഫസ്റ്റ് വരിക. എല്ലാത്തിലും വരണമെന്നില്ല, ഇത് പെട്ടെന്ന് കിട്ടാനുള്ളൊരു ഐഡിയ ആണ്. തൽഅബ്ന എന്നാണ്, അതൊക്കെ ഹാദിറാണ്, അതായത് സ്ഥലത്തുള്ള ആളുകളോടാണ് പറയുന്നത്. അതുപോലെ തൽഅബൂന, അതും ഹാദിറായിട്ടുള്ള പുരുഷന്മാരോടാണ് പറയുന്നത്. ഇനി ഷെരിബുത്ത, അവിടെയും കണ്ടില്ലേ ഷെരിബുത്ത, ഇവിടെയുള്ള ആളുകളോടാണ് ഷെരിബുത്ത എന്ന് പറയുക. മറഞ്ഞ ആളാണെങ്കിൽ ഷെരിബ എന്നാണ് പറയേണ്ടത്. ഇനി നാലാമത്തത് അൽ ഔലാദു ഡാഷ് അൽ ഖുർആന. ഇവിടെ പെട്ടെന്ന് മനസ്സിലാകാനുള്ളൊരു വഴി എന്ന് പറയുന്നത്, ഖുർആൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയും നമ്മൾ എന്താ അത് ചെയ്യാറ്, ഓതാ. സിമ്പിളാണ്. ഖുർആൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും, ഓത്താണ് അവിടെ വരേണ്ടത്. ഇപ്പോൾ നമ്മൾ വെള്ളം എന്ന് പറഞ്ഞാൽ എന്തേക്കരം, അത് കുടിക്കലായിരിക്കും. ഇവിടെ എന്ന് കൊടുക്കണം, അപ്പോൾ മനസ്സിലാക്കുക വെള്ളം എന്ന് എന്തിനാണ് വരിക, സാധാരണ കുടിക്കാറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മാച്ചിങ് ആയിട്ട് വരുന്ന വാക്കുകളായിരിക്കണം. ഇവിടെ നാലാമത്തത് അൽ ഔലാദു ഡാഷ് അൽ ഖുർആന. ഇവിടെ അൽ ഔലാദു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഇവിടെ കുട്ടികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലതുൻ ജമ്മ് ഔലാദാണ്, വലതാണ് മുഫ്രദ്, ഔലാദ് എന്നുള്ളത് ജം ആണ്. ഞാൻ വിശദമായി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ലിസാൻ എന്നുള്ളത് ഭയങ്കര ടഫുള്ള വിഷയമാണ്. പക്ഷെ അതിൻ്റെ തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലിയറായി പോകും. നമുക്ക് അവിടെ ഇവിടെയൊക്കെ സംശയം വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ലിസാന് ടഫായി തോന്നുന്നത്. ഇവിടെ അൽ ഔലാദു കുട്ടികൾ ഡാഷ് അൽ ഖുർആന ഖറഊ അൽ ഖുർആന. അൽ ഔലാദു കുട്ടികളെ, ഖറഊ നിങ്ങൾ ഓതൂ, അൽ ഖുർആന ഖുർആനിനെ. അപ്പോൾ ഇവിടെ അൽ ഔലാദു എന്നുള്ള ജമ്മായതുകൊണ്ട് അതിൻ്റെ ഫിഅലായ ഖറഊ, ഖറഅ എന്നുള്ളതാണ് മാളി, ഖറഅ എന്നതാണ് മാളി. ഇവിടെ ഖറഊ എന്ന് വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ അൽ ഔലാദു എന്നാണ് കൊടുത്തിട്ടുള്ളത്. കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ പറയുകയാണ് എന്ത്, നിങ്ങൾ പാരായണം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി, അൽ വലതു ഖറഅ അൽ ഖുർആന, കുട്ടി ഖുർആൻ വായിക്കുക എന്ന് പറഞ്ഞാൽ മതി, ഓത് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ അൽ ഔലാദു എന്നത് ജമ്മാണ്. അതുകൊണ്ട് ഫിഅലാകുന്ന ഖറഊ എന്നതിലും ജമ്മിൻ്റെ അടയാളം കൊടുക്കണം. ഖറഊ. അപ്പോൾ അൽ ഔലാദു ഖറഊ അൽ ഖുർആന. അഞ്ചാമത്തത് ഡാഷ് ജുമാനത്തുൽ അസ്നാന. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് മനസ്സിലാകാനാണ്. പെണ്ണ് വന്നാൽ ഇവിടെ ഒരു പേര് വന്നു, സ്ത്രീകളാകട്ടെ ഏത് സ്ത്രീ ആകട്ടെ, ഏത് പേര് വന്നാലും സ്ത്രീയാണെങ്കിൽ അവിടെ അവസാനം താഇന് സുക്കൂനായിരിക്കും. ഇതിലെവിടെയായിരിക്കും നോക്കി വെക്കും ബ്രാക്കറ്റിൽ, അതെ, നല്ലഫത്ത് ജുമാനത്തു അൽ അസ്നാന. ജുമാന അവളുടെ പല്ലുകൾ വൃത്തിയാക്കി. ഇവിടെ നല്ലഫത്ത് എന്ന് വന്നു. നല്ലഫത്ത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ താഇന് സുക്കൂനാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമുക്ക് സ്ത്രീയാണ് ഇവിടെ വന്നിട്ടുള്ളത്, താഴെ ജുമാന എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നല്ലഫത്ത് എന്നതിലെ താഇന് സുക്കൂനായതുകൊണ്ട് മനസ്സിലാക്കുക നമുക്ക് അത് മുഫ്രദായ മുഅന്നസിനുള്ളതാണ്, ഒരു സ്ത്രീക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ് ചെറുമട്ടത്തിന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു രൂപം. ഇതൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് നല്ലവണ്ണം ആലോചിച്ച് ചെയ്യണം. ഇനി അടുത്ത ആക്ടിവിറ്റി ഉക്തുബുൽ അദദു. ഇനി എണ്ണം എഴുതാനാണ്. ഇവിടെ കലമാനി ഡാഷ്, കലമാനി സ്നാനി, കലമാനി സ്നാനി എന്നാണ് എഴുതേണ്ടത്. ഇവിടെ എണ്ണം പറയുന്ന പാഠത്തിൽ നമ്മൾ 8ാമത്തെ പാഠം ഉണ്ടായിരുന്നു, തആലൗ നഉദ്ദു എന്ന പാഠം. ആ പാഠത്തിൻ്റെ നല്ല രൂപത്തിൽ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുക്കുക, വീഡിയോ. അപ്പോൾ എല്ലാവരും അത് പോയി ഒന്ന് കാണാം. അത് കണ്ടാൽ തന്നെ കുറേ മനസ്സിലാവും. അപ്പോൾ എണ്ണം അറിയാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി. അവിടെ കലമാനി സ്നാനി എന്നാണ് വരേണ്ടത്. 3 മുതൽ, എണ്ണത്തിൻ്റെ 3 മുതൽ താ കൊണ്ടുവരും. ഇവിടെ വാഹിദുൻ സ്നാനി എന്നാണ് പറഞ്ഞത്. കാരണം കലമുൻ എന്നത് മുദക്കറാണ്. അതുകൊണ്ട് കലമുൻ വാഹിദുൻ, കലമാനി സ്നാനി. ഇനി മുതൽ താ കൊണ്ടുവരണം. സലാസത്തു അഖ്ലാമിൻ, അർബഅത്തു അഖ്ലാമിൻ, ഖംസത്തു അഖ്ലാമിൻ, അങ്ങനെ പോവും. ഇനി അതിൻ്റെ നേരെ സബ്അത്തു ഡാഷ്, സബ്അത്തു അഖ്ലാമിൻ. ഇവിടെ 3ാമത്തത് സലാസത്തു ഡാഷ്, സലാസത്തു അഖ്ലാമിൻ. 3 മുതൽ എന്താക്കണം, എന്താണോ എണ്ണുന്നത് അതിനെ ജമ്മാക്കുക. അതുപോലെ ആ എണ്ണുന്നത് വാഹിദുൻ, ഇസ്നാനി അങ്ങനെയുള്ളതാണെങ്കിൽ 3 മുതൽ താഇന് കൊടുക്കണം. സലാസത്തു, അർബഅത്തു എന്ന് കൊടുക്കുക. സിമ്പിളാണ്. അത് മുദക്കറായതുകൊണ്ടാണ് 3 മുതൽ താഇന് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ താഴെ സയ്യാറത്തുൻ, അവിടെ താ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം ഇത് മുഅന്നസാണ്. അപ്പോൾ എണ്ണത്തിലും മുഅന്നസിൻ്റെ അടയാളം കൊണ്ടുവരണം. അതായത് നമ്മൾ കലമുൻ എന്ന് പറഞ്ഞു, അത് മുദക്കറാണ്, അതിൽ താ ഇല്ല, അതുകൊണ്ട് മുദക്കറാണ്. ഇവിടെ സയ്യാറത്തുൻ, അത് മുഅന്നസാണ്, കാരണം താ ഉണ്ട്,
അപ്പോൾ മുദക്കർ എണ്ണുമ്പോൾ 3 മുതൽ സലാസത്തു അർബഅത്തു താ കൊണ്ടുവരും. എന്നാൽ സയ്യാറത്തു എന്നതിൽ 3 മുതൽ ഒഴിവാക്കുക ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മൾ കലമുൻ എന്ന് പറഞ്ഞ മുദക്കറിൻ്റെ വാക്കുണ്ടല്ലോ, ആ വാക്കിൽ 3 മുതൽ മുഅന്നസാക്കി കൊണ്ടുവരും എണ്ണത്തിനെ. ഇനി മുഅന്നസിനെയാണ് എണ്ണുന്നത്. ഉദാഹരണത്തിന് ഇവിടെ സയ്യാറത്തുൻ വാഹിദത്തുൻ, സയ്യാറത്താനി സിനത്താനി. ഇവിടെയൊക്കെ അതുപോലെ സെയിമാട്ടോ. മുഅന്നസിൻ്റെ അടയാളം രണ്ടിലും കൊടുത്തു. ഇനിയാണ് മാറാൻ പോകുന്നത്. സലാസു സയ്യാറാത്തിൻ, അർബഉ സയ്യാറാത്തിൻ, ഖംസു സയ്യാറാത്തിൻ. ഇവിടെ മാറ്റം വന്നില്ലേ? 3 മുതൽ താ ഒഴിവാക്കി. കാരണം എണ്ണുന്നത് മുഅന്നസ് ആണെങ്കിൽ 3 മുതൽ താഇനെ ഒഴിവാക്കണം. എന്നാൽ എണ്ണുന്നത് മുദക്കറാണെങ്കിൽ, ഇവിടെ കലമുൻ എന്ന് പറഞ്ഞു മുകളിൽ, കലമുൻ എന്നത് മുദക്കറായതുകൊണ്ട് 1ഉം 2ഉം മുദക്കർ തന്നെയായിരിക്കും. അത് മുഅന്നസിലും അങ്ങനെ തന്നെയാണ്. സയ്യാറത്തുൻ എന്നത് മുഅന്നസ് ആയതുകൊണ്ട് വാഹിദത്തുൻ സിനത്താനി എന്നൊക്കെ പറയും. എന്നാൽ മുദക്കറിൽ സലാസത്തു താഇനെ കൊണ്ടുവരും. ആ പാഠഭാഗം നല്ലവണ്ണം പഠിച്ചെടുക്കണം. ഇനി ഇവിടെ നമുക്ക് നോക്കാം. സയ്യാറത്തുൻ വാഹിദത്തുൻ അങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. കാരണം സയ്യാറത്തുൻ എന്നത് മുഅന്നസാണ്. അപ്പോൾ എണ്ണത്തിന് മുഅന്നസാക്കണം. വാഹിദത്തുൻ, ഇവിടെ കലം എന്ന് പറഞ്ഞപ്പോൾ വാഹിദുൻ. ഇവിടെ സയ്യാറത്തുൻ എന്ന് പറയുമ്പോൾ വാഹിദത്തുൻ താഇനെ കൊടുക്കുക. 1ലും 2ലും മുഅന്നസ് ആണെങ്കിൽ മുഅന്നസിനെ കൊടുക്കുക, മുദക്കർ ആണെങ്കിൽ മുദക്കറിനെ കൊടുക്കുക. ഇനി തിസ്ഉ സയ്യാറാത്തിൻ, സലാസു സയ്യാറാത്തിൻ, ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്ത ആക്ടിവിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം. 1ാമത്തെ പാഠത്തുനിന്ന് ചോദ്യം വരില്ല എന്ന് വിചാരിച്ച് അത് പഠിക്കാതെ ഇരിക്കരുത്. അതിൽ ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരാറുണ്ട്, അർത്ഥം എഴുതാൻ വരാറുണ്ട്, ശ്രദ്ധിക്കുക. കമ്മിൽ പൂർത്തിയാക്കാം. തൊലഅ ഡാഷ് മിൻ ഡാഷ്, വജബ ഡാഷ് മാ ദഅ ഡാഷ്. ഇവിടെ ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയ്യാത്തിൽ വദാഇ വജബ ശുക്റു അലൈന മദഅ ലില്ലാഹി ദാഇ. അത് പൂരിപ്പിച്ച് കൊടുക്കണം. 2ാമത്തത് അൽഹംദുലില്ലാഹില്ലദി ഡാഷ് അന്നുഷൂർ, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമ അമാതനി വ ഇലൈഹിൻ നുഷൂർ. നമ്മൾ ഉറക്കത്തിൽ നിന്നും ഉണർന്ന ശേഷം ചൊല്ലേണ്ട ദിക്റാണ്. എല്ലാവരും പതിവാക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ നിത്യവും ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ പകുതി മുക്കാൽ ചോദ്യത്തിന് ഉത്തരം കിട്ടും. പക്ഷെ നമ്മളാരും അത് പതിവാക്കുന്നില്ല. നമ്മൾ ഫിഖ്ഹിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. തഹിയ്യാത്തിന് എന്തൊക്കെ സുന്നത്ത്, റുക്കൂൽ എന്തൊക്കെ സുന്നത്ത് ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ നിസ്കാരത്തിൽ കൊണ്ടുവരുന്നില്ല. അപ്പോഴാണ് നമ്മളത് ചോദ്യത്തിന് ഉത്തരം മറന്നു പോകുന്നത്. മറ്റേത് നമുക്ക് ചോദിച്ചുമ്പോൾ തന്നെ മനസ്സിലാവും, കാരണം നമ്മളെന്നും ചെയ്യലുള്ളതാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ പകർത്തണം. അപ്പോഴേ നമുക്ക് പഠിയുള്ളൂ കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി, സന്നി ഹാദിഹിൽ അഫ്ആലു. താഴെ തന്ന ഈ ഫിഅലുകൾ അത് മുസന്നയാക്കുക. ഉദാഹരണത്തിന് ഖാല, ഖാല ഖാല മുസന്നയായി. അതുപോലെ യജ്അലു യജ്അലാനി. അതുപോലെ യുസല്ലിമു യുസല്ലിമാനി. അതുപോലെ അക്കല അക്കലാ. യൽഅബു യൽഅബാനി യൽഅബു യൽഅബാനി. ഖാല ഖാലാ. യജ്ലിസു യജ്ലിസാനി. യുസല്ലിമു യുസല്ലിമാനി. അക്കല
അകല. യൽഅബു യൽഅബാനി. ഇങ്ങനെയാണ് സന്നിയാക്കുക. ചിലപ്പോൾ ജം ആക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ ഖാല ഖാല ഖാലൂ, യജ്ലിസു യജ്ലിസാനി യജ്ലിസൂന, യുസല്ലിമു യുസല്ലിമാനി യുസല്ലിമൂന, അകല അകല അകലൂ, യൽഅബു യൽഅബാനി യൽഅബൂന. ഇതുപോലെ ജമ്മാക്കി കൊടുക്കുക. ഇനി നംല ഉൽ ഫറാഗ ബിൽ മുനാസിബ, വിട്ടുപോയത് ബ്രാക്കറ്റിൽ നിന്നും ഇവിടെ എഴുതി കൊടുക്കുക. ഇവിടെ ഒന്നാമത്തത് ഡാഷ് അൽ അഖു അൽ ഹലീബ. നമുക്ക് അർത്ഥം കിട്ടിയാൽ തന്നെ അവിടെ ഏതാ ഫിഅല് എന്ന് കിട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ ഹലീബ പറഞ്ഞാൽ പാൽ. പാൽ സാധാരണ എന്താ ചെയ്യാറ്? കുടിക്കുക. അപ്പോൾ അവിടെ കുടിക്കുക എന്നുള്ള വാക്ക് നോക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ വാക്കുകളാണ്. ഇങ്ങനത്തെ വേർഡ്സുകളൊക്കെ പഠിച്ചു വെക്കണം. ഫിഅലുകൾ യഷ്റബു യഷ്റബുൽ അഖു അൽ ഹലീബ, സഹോദരൻ പാൽ കുടിക്കുന്നു. ഇനി രണ്ടാമത്തത് ഡാഷ് അൽ അബു ഇലൽ മസ്ജിദ. ഇലൽ മസ്ജിദി എന്നാ വേണ്ട കേട്ടോ, ഇലൽ മസ്ജിദി. അപ്പോൾ പള്ളി എന്ന് വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം പോവുക, പള്ളിയിലേക്ക് സാധാരണ പോവുകയാണല്ലോ ചെയ്യുക. അപ്പോൾ യദ്ഹബുൽ അബു ഇലൽ മസ്ജിദി, ഉപ്പ പള്ളിയിലേക്ക് പോകുന്നു. ഇനി മൂന്നാമത്തത് ഡാഷ് അൽ ഉസ്താദു അൽ ഖുർആന. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം എന്ത്, അവിടെ ഓതുകയാണ് അല്ലെങ്കിൽ വായിക്കുകയാണ് എന്നൊക്കെ മനസ്സിലാകണം. അവിടെ ഫീല് കൊണ്ടുവരേണ്ട ഏതാണ്? യഖ്റഉ, ബ്രാക്കറ്റിലുണ്ട് യഖ്റഉ അൽ ഉസ്താദു അൽ ഖുർആന, ഉസ്താദ് ഖുർആൻ ഓതുന്നു. ഇനി നാലാമത്തത് ഡാഷ് അത്വാരിബു അദ്ദർസ. പ്രത്യേകം ശ്രദ്ധിക്കുക, അദ്ദർസ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പാഠഭാഗത്തിലും ദർസുൽ അവൽ ദർസുൽ സാനി എന്ന് കേൾക്കും. അവിടെ തന്നെ മനസ്സിലാവണം പാഠം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദർസ് എന്ന് പറഞ്ഞാൽ പാഠം. സാധാരണ പാഠം എന്താ ചെയ്യുക? വായിക്കുക, അല്ലെങ്കിൽ എഴുതുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ ഇവിടെ ഡാഷ് അത്വാലിബു അദ്ദർസ, യക്തുബു ത്വാലിബു അദ്ദർസ, വിദ്യാർത്ഥി എന്ത് ചെയ്തു? പാഠം എഴുതുന്നു. നമ്മളൊന്നിൽ മനസ്സിലാക്കണം, ദർസ് പാഠം എന്ന് കേൾക്കുമ്പോൾ ദർസ് എന്ന വാക്ക് വരുമ്പോൾ ഒതല്ലെങ്കിൽ എഴുതലായിരിക്കും അവിടെ, അതല്ലെങ്കിൽ വായിക്കലായിരിക്കും. രണ്ടാളൊരു വാക്കാണ് അവിടെ വരിക. ഇനി അഞ്ചാമത്തത് ഡാഷ് അൻ നബിയു ഫിൽ മദീനത്തി 10 സിനീന. ഇവിടെ ആഷൻ നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചു, ജീവിച്ചു, ഫിൽ മദീനത്തി മദീനയിൽ 10 സിനീന 10 കൊല്ലം. ഇനി ആറാമത്തത് ഡാഷ് അബി മിന്ദീലൻ. ഇവിടെ ഇഷ്തറ എന്നതാണ് വരിക. ഇഷ്തറ അബി, എൻ്റെ ഉപ്പ വാങ്ങി, മിന്ദീലൻ ടവൽ. ഇനി ഇവിടെ ഉക്തുബുൽ മഅന, അർത്ഥം എഴുതുക. മർഹബൻ യാ ഖൈറ ദാഇ, ഇതൊക്കെ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ടാകും. അതുപോലെ രണ്ടാമത്തത് യദ്ഹബു അബി ഇലസ്സൂഖി. മൂന്നാമത്തത് യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി. ഹഫറ ഐഖള മഹ്ദുൻ. ഒന്നാമത്തത് മർഹബൻ യാ ഖൈറ ദാഇൻ, പ്രബോധകരിൽ അത്യുത്തമരെ സ്വാഗതം. രണ്ടാമത്തത് യദ്ഹബു അബി ഇലസ്സൂഖി, എൻ്റെ ഉപ്പ അങ്ങാടിയിലേക്ക് പോയി. മൂന്നാമത്തത്
യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി. ഉസ്താദ് വിദ്യാർത്ഥികളോട് സലാം പറഞ്ഞു. അടുത്തത് ഹഫറ കുഴിച്ചു. ഐഖള ഉണർന്നു. മഹ്ദുൻ തൊട്ടിത്തുണി. ഇനി അടുത്ത ആക്ടിവിറ്റി നംലഉ ബിൽ കലിമാത്തിൽ മുനാസിബത്തി മിനൽ ഖൗസൈനി. ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായത് ഈ വരിയിലേക്ക് എടുത്തെഴുതാനാണ്. ഒന്നാമത്തത് ലബീബത്തു വ ജുമാനത്തു ഡാഷ് ബിൽ ഹബിലി. ഇവിടെ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സറഫാക്കി പഠിക്കണം. ഫഅല എന്നുള്ളത് സറഫാക്കി പഠിച്ചാലുള്ളൂ നമ്മൾ ഈ പറഞ്ഞത് കിട്ടുകയുള്ളൂ. യൽഅബാനി തൽഅബാനി. പിന്നെ പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഐഡിയ. കാരണം ലബീബത്തു വ ജുമാനത്തു ഇവർ രണ്ടുപേരും സ്ത്രീകളാണല്ലോ. അതുകൊണ്ട് താ ആണ് വരേണ്ടത്. തുടക്കത്തിൽ താ ആയിരിക്കും വരിക. തൽഅബാനി. എഴുതേണ്ടത് ലബീബത്തു വ ജുമാനത്തു തൽഅബാനി ബിൽ ഹബിലി. ലബീബയും ജുമാനയും കയറുകൊണ്ട് കളിക്കുന്നു. ഇവിടെ യൽഅബാനി എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അവിടെ പുരുഷനായിരിക്കണം. ലബീബത്തു എന്നുള്ള ഭാഗത്ത് വേറെന്തായാലും പുരുഷനായിരിക്കണം. ലബീബത്തു വ ജുമാനത്തു എന്നതിന് പകരം രണ്ട് പുരുഷന്മാരായിരിക്കണം. ഇവിടെ സ്ത്രീയാണ്. അതുകൊണ്ട് തൽഅബാനി എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തത് അസ്സാരിആനി ഡാഷ് ഇലൽ മസ്റഅത്തി സ്വബാഹൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസന്ന. അസ്സാരിആനി ദഹബ ഇലൽ മസ്റഅത്തി സ്വബാഹൻ. കൃഷിക്കാർ രണ്ടുപേരും കൃഷിയിടത്തിലേക്ക് രാവിലെ പോകുന്നു. ഇവിടെ അസ്സാരിആനി ദഹബ. ഇവിടെ സാരിആനി എന്നത് മുസന്ന ആയതുകൊണ്ട് ദഹബ ഫിഅലിലും മുസന്നയാക്കി. ഇനി അദ്ദാരിസാത്തു വിദ്യാർത്ഥിനികൾ ഡാഷ് അത്തദ്രീബാത്തി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദാരിസാത്തു കുറേ സ്ത്രീകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫിഅലിലും സ്ത്രീയുടെ അടയാളം കൊണ്ടുവരണം. അതുപോലെ ജമും ആക്കണം. ഒരു സ്ത്രീയാണെങ്കിൽ മുഫറദ് മതി. പക്ഷേ ഇവിടെ ജം ആണ്. അദ്ദാരിസാത്തു എന്നല്ല കൊടുത്തത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് യക്തുബുന എന്നാണ് വരിക. യക്തുബൂന എന്ന് വരൂല. കാരണം നമ്മൾ പറഞ്ഞു മുഅന്നസാണ്. അതുകൊണ്ട് യക്തുബുന അത് സറഫാക്കിയാലുള്ളൂ അത് മനസ്സിലാവുകയുള്ളൂ. യക്തുബു, യക്തുബാനി, യക്തുബൂന അത് പുരുഷന്മാർക്കുള്ളതാണ്. തക്തുബു, തക്തുബാനി, യക്തുബുന അതാണ് സ്ത്രീകൾക്കുള്ളത്. അപ്പോൾ ജംഅ് മുഅന്നസാണ്. അദ്ദാരിസാത്തു യക്തുബുന അത്തദ്രീബാത്തി. നാലാമത്തത് അദ്ദാരിസാത്തു വിദ്യാർത്ഥിനികൾ യക്തുബുന അത്തദ്രീബാത്തി പരിശീലനങ്ങൾ എഴുതുന്നു. തദ്രീബാത്ത് എഴുതുന്നു. ഇനി നാലാമത്തത് അൽ ആമിലൂന ഡാഷ് മിനശ്ശരിക്കത്തി. അൽ ആമിലൂന യർജിഊന എന്നാണ് വേണ്ടത്. ഇവിടെ അറിയാത്ത കുട്ടികളാണെങ്കിൽ ഇതിന് അനുയോജ്യമായത് അൽ ആമിലൂന. അവിടെ വാവും നൂനും വന്നിട്ടുണ്ട്. അപ്പോൾ യർജിഊന അവിടെയും വാവും നൂനും വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് എടുത്തെഴുതേണ്ടത്. അൽ ആമിലൂന ജോലിക്കാർ, തൊഴിലാളികൾ. യർജിഊന അതവിടെ ചേർത്ത് കൊടുക്കുക. യർജിഊന മിനശ്ശരിക്കത്തി ഫാക്ടറിയിൽ നിന്നും മടങ്ങുന്നവരാണ്. ഇനി അഞ്ചാമത്തത് അദ്ദാരിസു വിദ്യാർത്ഥി ഡാഷ് മിനൽ മദ്രസത്തി മസാഅൻ. അദ്ദാരിസു
യർജിഉ മിനൽ മദ്രസത്തി മസാഅൻ. വിദ്യാർത്ഥി മദ്രസയിൽ നിന്നും വൈകുന്നേരം മടങ്ങുന്നു. അങ്ങനെയാണ് വരേണ്ടത്. ഇനി ആറാമത്തത് ഡാഷ് അൽ ഉമ്മു അലൽ വലതി. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകളാണെങ്കിൽ ഫിഅലിൻ്റെ തുടക്കത്തിൽ ത ആയിരിക്കും വരിക. സ്ത്രീകളാകുമ്പോൾ തുടക്കത്തിൽ ത പെട്ടെന്ന് കിട്ടാനുള്ള ഐഡിയ ആണ്. പുരുഷനാകുമ്പോൾ യ ആയിരിക്കും വരിക. ഇവിടെ ഉമ്മു എന്നത് സ്ത്രീ ആയതുകൊണ്ട്, മുഅന്നസ് ആയതുകൊണ്ട് തുടക്കത്തിൽ ത വന്നത് തുസല്ലിമു എന്നാണ്. തുസല്ലിമുൽ ഉമ്മു, ഉമ്മ സലാം പറഞ്ഞു, അലൽ വലതി കുട്ടിയുടെ മേൽ ഉമ്മ സലാം പറഞ്ഞു. ഏഴാമത്തത് ഡാഷ് അൽ മുസാഫിറു ഇല ദുബൈ. ദഹബൽ മുസാഫിറു ഇല ദുബൈ. ഇനി അടുത്ത ആക്ടിവിറ്റി നുതമ്മിമു, പൂർത്തിയാക്കാം. ഒന്നാമത്തത് യഖ്റഉ യശ്അൽന. ഹുമ ഫിഅലാനി മുളാരിആനി ലിൽ ജംഇ ഡാഷ്. ഈ രണ്ട് ഫിഅലുകൾ മുളാരി ജംഇ എന്തിനുള്ളതാണ്? ഹുമ ഫിഅലാനി മുളാരിആനി ലിൽ ജംഇൽ മുഅന്നസിൽ ഗായിബി. മുഅന്നസ് ഗായിബിനുള്ളതാണ്. മറഞ്ഞതായ സ്ത്രീകൾക്കുള്ള ഫിഅലാണ് യഖ്റഉ യശ്ഗൽന. രണ്ടാമത്തത് ഖറജ, അവർ രണ്ടുപേർ പുറപ്പെട്ടു. ഗസല, അവർ രണ്ടുപേർ കഴുകി. ബസ്മല, അവർ രണ്ടുപേർ ബിസ്മി ചൊല്ലി. കുല്ലുഹ അഫ്ആലുൻ മാദിയത്തുൻ, ഇവയെല്ലാം മാദിയായ ഫിഅലുകളാണ്. ഈ പറഞ്ഞതെല്ലാം മാദിയായ ഫിഅലുകളാണ്. ലിൽ മുസന്നൽ മുദക്കറിൽ ഗായിബി, മുദക്കർ ഗായിബിനുക്കുള്ള മാദിയായ ഫിഅലുകളാണ് ഖറജ, ഗസല, ബസ്മല. നാലാമത്തത് യുഖല്ലിലാനി യർഫആനി യദ്ഉവാനി. ഇവയെല്ലാം കുല്ലുഹ അഫ്ആലുൻ, ഇവയെല്ലാം ഫിഅലുകളാണ്. എന്ത് ഫിഅലുകളാണ്? മുളാരിഅത്തുൻ ലിൽ മുസന്ന, മുളാരിആയ മുസന്നക്കുള്ള ഫിഅലുകളാണ്. അഞ്ചാമത്തത് ഖറജു, അവർ പുറപ്പെട്ടു. കാനു, അവരായി. സഅലു, അവർ ചോദിച്ചു. കുല്ലുഹ അഫ്ആലുൻ മാദിയത്തുൻ ലിൽ ജംഇ, ഈ പറഞ്ഞ ഫിഅലുകളൊക്കെ മാദിയത്തുൻ, മാദിയാണ്. ലിൽ ജംഇ, ജംഇനുക്കുള്ള. ഏത് ജംഇനുക്ക്? ലിൽ ജംഇൽ മുദക്കറിൽ ഗായിബി, മുദക്കർ ഗായിബിനുക്കുള്ള ജംഇൻ്റെ മാദിയായ ഫിഅലുകളാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നുസർരിഫു കമാ ഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ സറഫാക്കാം. ഫതഹ ഫതഹ ഫതഹു, ഉദാഹരണം കൊടുത്തതാണ്. അതുപോലെ താഴെ കാണുന്ന 3 മാദിയായ ഫീലും സറഫാക്കാം. അമല അമല അമലു. ജാഅ ജാഅ ജാഉ. മൂന്നാമത്തത് സല്ലമ സല്ലമ സല്ലമു. ഇനി മുളാരിഅ യഫ്തഹു യഫ്തഹാനി യഫ്തഹൂന. ഇനി അമലൻ്റെ മുളാരിഅ യഅമലു യഅമലു യഅമലാനി യഅമലൂന. ജാഅൻ്റെ മുളാരിഅ യജീഉ യജീഉ യജീആനി യജീഊന. സല്ലമൻ്റെ മുളാരിഅ സല്ലമ യുസല്ലിമു യുസല്ലിമു യുസല്ലിമാനി യുസല്ലിമൂന. ഇതുപോലെയാണ്
മാദിയായ ഫിഅലും മുളാരിയായ ഫിഅലും സർഫാക്കേണ്ടത്. ഇനി അടുത്ത ആക്ടിവിറ്റി നുതർജിമു. നമുക്ക് തർജിം ചെയ്യാം, പരിഭാഷപ്പെടുത്താം. യഖ്ലത്തിൽ ഉമ്മു ഖബലൽ ഫജ്രി വസ്വല്ലത്ത് സ്വലാത്തത്ത് തഹജ്ജുദി. യഖ്ലത്തിൽ ഉമ്മു, ഉമ്മ ഉണർന്നു, ഖബലൽ ഫജ്രി ഫജ്റിന് മുമ്പ്, വസ്വല്ലത്ത് സ്വലാത്തത്ത് തഹജ്ജുദി എന്നിട്ട് വസ്വല്ലത്ത് നിസ്കരിച്ചു, സ്വലാത്തത്ത് തഹജ്ജുദി തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ചു. രണ്ടാമത്തത് യൽബസു നൗഫലുൻ ബിദ്റത്തുൻ റസ്മിയത്തൻ. യൽബസു നൗഫലുൻ, നൗഫൽ ധരിച്ചു, ബിദ്റത്തുൻ റസ്മിയത്തൻ യൂണിഫോം. യൽബസു നൗഫലുൻ ബിദ്റത്തുൻ റസ്മിയത്തൻ, നൗഫൽ യൂണിഫോം ധരിച്ചു. മൂന്നാമത്തത് ഹഫറ ജിബിരീലു അലൈഹിസ്സലാം ബിഇറു സംസമ. ജിബിരിൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു. ഇത്രയാണ് നമ്മൾ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇനിയും വരും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അള്ളാഹു എല്ലാവർക്കും പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നൽകട്ടെ. നല്ല രീതിയിൽ നല്ല മാർക്കോടുകൂടെ വിജയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നാഫിയ ഇൽമ പ്രദാനം ചെയ്യുമാറാകട്ടെ. പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഉദ്ദേശം പൂർത്തീകരിക്കുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.